ഹായ് എല്ലാവർക്കും ഋഷി ലോക്സിന് പുതിയൊരു സ്വാഗതം. 2025 മോഡൽ ഇഗ്നിസിൻ്റെ സീറ്റ വേരിയൻ്റാണ്. GST മാറ്റത്തിന് ശേഷം ഇഗ്നിസിൽ ഇപ്പോൾ വീടെടുക്കാൻ വന്നതാണ്. ഈ വീട്ടിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഉള്ളത്? GST ശേഷം നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും? എത്രയാണ് അതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്? ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇഗ്നിസിൻ്റെ സീറ്റ വേരിയൻ്റിൻ്റെ എക്സ്റ്റീരിയറിൽ നിൽക്കാൻ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ സീറ്റ വേരിയൻ്റിൽ ഇപ്പോൾ വാഗണാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു കാറായിട്ട് ഇഗ്നിസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റൊക്കെ വന്നു നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ്. ഹൈ ബീം ലോ ബീം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ചേർന്ന് നമുക്ക് പാർക്ക് ലൈറ്റും കാണാം. അതെല്ലാം ഫുൾ ഹാലജനാണ്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റും പിന്നെ ഒരു DRലും വരുന്നുണ്ട്. ഫ്രണ്ടിൽ സിൽവർ കളറിലുള്ള സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. 190 mm ആണ് ഇഗ്നിസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് ഞങ്ങളെല്ലാം ഇവിടെ ഒരു ക്രോം സ്ലോട്ട് കാര്യങ്ങളകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സുസുക്കിയുടെ ലോഗോ കാണാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് ബ്ലാക്ക് കളർ ലേബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. 185/70 15 ആണ് ടയർ സൈസ്. ഫ്രണ്ട് ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. സുസുക്കിയുടെ ലോഗോ കാണാം. മിറേഴ്സിൽ നമുക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഉള്ള വശങ്ങളിൽ നിന്ന് ലുക്ക്. വശങ്ങളെ ചുറ്റും പോറും ഒരു ബ്ലാക്ക് ക്ലാഡിങ്സ് പോകുന്നത് കാണാം. ഒരു SUV ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഡോർ ഹാൻഡിൽസിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ ആംഗിൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. സിൽവർ ഫിനിഷിലാണുള്ളത്. ബാക്കിൽ നോർമൽ ആൻറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ വേണ്ടികളുടെ ബാക്കിലും ലുക്ക് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് സ്പോയിലർ വന്നിട്ടുണ്ട്. നമുക്ക് നടുക്കായിട്ട് വലിയ ഹൈ മോഡൽ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് നമുക്ക് വൈപ്പറാം വാഷർ ആൻഡ് D4 ഗ്ലാസ് കാണുന്നത്. നമുക്ക് ഇഗ്നിസിനാണ് ബാജിങ് മാത്രമേ വരുന്നുള്ളൂ. വേരിയൻറ്റിൻ്റെ ബാജിങ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇനി ടെയിൽ ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ടെയിൽ ലൈറ്റ് എല്ലാം ഫുൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴെ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് എല്ലാം ഹാലജനാണ്. താഴെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാം. 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം സ്ക്വയർ ഷേപ്പിൽ വലിയ ബൂട്ടുകളാണ്. ബൂട്ട് ലൈറ്റ് ഒരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീൽ നോക്കുവാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീൽസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബാക്കിൽ നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് കാണാം. ഈ സീറ്റ് നമുക്ക് 60/40 സ്പ്ലിറ്റ് ആണ് ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോപ്പാലേക്ക് വന്നാൽ നമുക്ക് ഡ്യുവൽ ടോൺ കളർ കാണാം. നമുക്ക് എക്സ്റ്റീരിയർ ഒരു കളർ ഡോർ ഹാൻഡിൽ സെൻറ്റർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ ആ പവർ കൺട്രോളും മിറർ കൺട്രോൾ ചെയ്യാൻ ഫോളോ ചെയ്യാൻ ഓപ്ഷൻ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെ സ്പീക്കർ ബില്ലാണ്. ടൂട്ടർ ബില്ല് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഓർഡേഴ്സ് കാണാം. ഡ്രൈവർ സീറ്റ് നമുക്ക് ഈ വേണ്ടിൽ സീറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ് വരുന്നില്ല. ഈ ആൽഫ വേണ്ടിൽ മാത്രമാണ് വരുന്നത് സീറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ഡെപ്പ് പെഡൽ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ള താഴെ കൊടുത്തിരിക്കുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളത്. ഈ വശത്തേക്ക് വന്നാൽ ട്രാക്ഷൻ കൺട്രോൾ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനും പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇത് നമ്മുടെ MID കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡുവൽ ടോൺ കളറിലാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഈ ഡാഷ് ബോർഡ് വളരെ നമുക്ക് ബോണറ്റ് എല്ലാം കൊണ്ട് ഉയർന്ന പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. വാഗണാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മച്ച് പ്രീമിയം ഇൻറ്റീരിയർ ഇഗ്നിസ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഗണാറിലൊക്കെ കണ്ട സെയിം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് ഗ്രിപ്പ് അത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നു. താഴെ സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇടവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇടവശത്ത് വൈപ്പറുടെ കൺട്രോൾസും പലവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സ് പോലെയുള്ള ഫീച്ചേഴ്സിനകത്ത് കൊടുത്തിട്ടില്ല. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും സ്പോർട്ടിയസ്റ്റ് ക്ലസ്റ്റർ യൂണിറ്റാണ് നമ്മുടെ ഇഗ്നിസ് വരുന്നത്. അതിൽ സ്പീഡോമീറ്ററും RPM അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. ആയിട്ട് ചേർന്ന് നമുക്ക് ഇൻഫർമേഷൻ ഡിസ്പ്ലേ കൊടുത്തിട്ട് അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. നമുക്ക് ആവറേജ് ഫീൽ ഡിസ്റ്റൻസ് 20, ഡ്രൈവിംഗ് ടൈം, പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കീ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോടുകൂടിയ ഫുള്ളി ഫങ്ഷൻ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഇതെല്ലാം വാഹനങ്ങളിൽ കാണുന്ന സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ എല്ലാം വയേർഡ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നു. ഒരു അഡാപ്റ്റീവ് ഗൈഡൻസും തന്നെ വരുന്നില്ല.
നമുക്ക് താഴത്ത് നമുക്ക് ഹസാലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരുന്നു. എ സിയുടെ യൂണിറ്റ് നമുക്ക് മാനുവൽ എ സി കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ എ സി തന്നെ ടോപ്പ് എൻഡിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. USB കൺട്രോൾ ഓപ്ഷൻ വന്നിട്ട് ഓക്സിലറിയുടെ ഓപ്ഷൻ കാണാം. സ്റ്റോറേജ് സ്പേസ് കാണാം. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ AMT ഗിയർ ലെവർ കാണാം. സെൻറ്റർ ആംബസ്റ്റ് കാര്യങ്ങൾ തന്നെ വരുന്നില്ല. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്വിഫ്റ്റിലൊക്കെ കണ്ടുവരുന്ന സെയിം ടൈപ്പ് സീറ്റുകളാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ് തന്നെ വരുന്നില്ല. സ്പ്രിംഗ് അഥവാ ഗ്രാബ് ഹാൻഡിൽസ് കാണാം. കോ ഡ്രൈവർ സൈഡ് സൺവൈസേഴ്സ് വിത്ത് മിറർ ആണ്. സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ്. റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡ് സൺവൈസേഴ്സ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. 2 കട്ടായിട്ട് കൊടുത്തിരുന്നു. കോൾ ഫീച്ചറും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ ലുക്ക്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വേർഡായി തുറക്കാൻ പറ്റുന്ന വലിയ ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ തന്നെ ഡോർ തുറക്കാൻ പറ്റും. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാറ്റിലെല്ലാം ഡുവൽ ടോൺ കളർ കൊടുത്തിരിക്കുന്നു. ഈ ഹാൻഡിലെ പോർഷൻസ് എല്ലാം ഒരു വൈറ്റ് ഫിനിഷിൽ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെ സ്പീക്കർ ബില്ലാണ് ബോട്ടിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളും തന്നെ ഇഗ്നിസിൽ വരുന്നില്ല. ബാക്കിൽ നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് കാണാം. നമുക്ക് സീറ്റ് ബെൽറ്റ്സ് നമുക്ക് 2 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിരുന്നു. സെൻട്രൽ പാസഞ്ചറിന് നമുക്ക് റൗണ്ടഡ് സീറ്റ് ബെൽറ്റ് ആണുള്ളത്. ഐസോഫിക് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻസ് കാണാം. നമ്മളിപ്പോൾ അകത്തേക്ക് കയറിയിരുന്നാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ന്യൂറും കാണാം. ഹെഡ് റൂം നോക്കുവാണെങ്കിൽ മാസീവ് ആയിട്ടുള്ള നമുക്ക് നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. എനിക്ക് ഒന്ന് 12 സെൻറ്റിമീറ്റർ നമുക്ക് ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സൈസ് ആണ്. നമുക്ക് 2 പേർക്ക് പ്ലസ് ഒരു കിറ്റിന് നമുക്ക് സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാനായിട്ട് പറ്റും. ടോപ്പിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് കാണാം. ഇത് ഹുക്ക് ഒന്നും വരുന്നില്ല. ബാക്കിൽ പാൾ സെറ്ററിങ് കാണാം. ബാക്കിലേക്ക് സെൻട്രലായിട്ട് റീഡിംഗ് ലൈറ്റ് കാണാം. ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നില്ല. ഇഗ്നിസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ 2 എയർ ബാഗ് ആണ് വേണം. 6 എയർ ബാഗിൻ്റെ അടുത്ത അപ്ഡേറ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് കാണാം. നമുക്ക് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് വിത്ത് 5 സ്പീഡ് മാനുവൽ 5 സ്പീഡ് AMT. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് കാണുന്നവർക്ക് ബൈ ബൈ.